ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ആൻ്റണി മച്ചാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം മോട്ടൽ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. അപ്പോൾ ഗൈസ്, സബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, പിന്നെ ബെൽ ബട്ടണും കൂടി അടിച്ചു പൊട്ടിച്ചേക്കുക. എൻ്റെ ന്യൂ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിൽ നോക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഗെയിം. അപ്പോൾ നൈസ് ഗ്രാഫിക്സ് കൊള്ളാം ഗൈസ്. ഗ്രാഫിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, എല്ലാവരും പറഞ്ഞു, ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പറഞ്ഞു ബ്രോ ഒന്ന് സൗണ്ട് പോലെ. അപ്പോൾ ഗൈസ്, സൗണ്ട് അനുസരിക്കാൻ ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സൗണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഫോണിൽ സൗണ്ട് കൂട്ടിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവർ പറഞ്ഞിരിക്കുന്നത് നേരെ ഇതിനകത്ത് പോവാം. ഓക്കെ, ഇതാണ് മുറി. ഇതൊക്കെ നമ്മൾ പെയിൻ്റ് എടുത്ത് നമ്മുടെ ക്ലോക്ക് അടച്ചിട്ടു. നമുക്കിത് ശരിയാക്കാം ഗൈസ്. ശരിയാവും. അപ്പോൾ ഗൈസ്, ശരിയാവട്ടെ. അപ്പോൾ ഇത് ശരിയാക്കിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളത് ഇത് ശരിയാക്കിയിട്ടുണ്ട്. ഇത് ഗൈസ്, ഇതാണ് നമ്മുടെ പരിപാടി. നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വളരെ റൂമിലോട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനാണ്. നമുക്ക് റൂമിലോട്ട് സാധനങ്ങൾ മേടിക്കാം. സ്റ്റോർ അതിന് സോഫയ്ക്ക് നമുക്ക് വീണ്ടും മേടിക്കാം. മെയിനായിട്ട് വേണ്ടത് ബെഡ്. ഓ ഗൈസ്, ബെഡിനൊക്കെ നല്ല വിലയാട്ടോ, 200 രൂപയാണ്. നമുക്ക് സിങ്ക് ഒരു 50 വിട്ടിട്ടുണ്ട്. ടോയ്ലറ്റ് 40, ടേബിൾ 50 ഇരിക്കട്ടെ ഗൈസ്. TV 40, ബോർഡ് വേണം 100, 480. നമുക്ക് ലാമ്പ് വേണം. ലാമ്പ് വേണ്ട ഗൈസ്, ഒരെണ്ണം 500 രൂപയാണ് ഗൈസ്. ലാമ്പിന് 500 രൂപ. സോഫ മേടിക്കാൻ ആക്സസറീസ്. യെസ് ഗൈസ്, ഇതാവശ്യമുണ്ട് ഗൈസ്. ഇപ്പം ആഡ് വരും ഗൈസ്, ഇടയ്ക്ക് ആഡ് വരും. നിങ്ങൾ സഹകരിക്കണം. ഇപ്പം ആഡ് പോയിട്ടുണ്ട്. ഇവിടെ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബില്ല് നമ്മൾ ഒരെണ്ണം മേടിച്ചത്. അപ്പോൾ ഒരു ബില്ല് മതി 10ൻ്റെ. ബെഡ്ഷീറ്റ് 25. പെയിൻറ്റ്, യെസ്, അതാണ് മെയിൻ. നമുക്ക് പെയിൻറ്റ്, സീലിംഗ് പെയിൻറ്റ് ഗൈസ്, നമുക്ക് സീലിംഗ് പെയിൻറ്റ് ബേബി ബ്ലൂ അടിക്കാം. ഫ്ലോർ പെയിൻറ്റ് നമുക്ക് ഇതടിക്കാം, ഇത് കുറച്ച് ഭംഗി. ഇനി എന്നുള്ള ഓക്കെ, ഇനി നമുക്ക് വാൾ, അത് നമുക്ക് ഗ്രേ അടിക്കാം. ഇപ്പോൾ 690 ഇതൊക്കെ മെറ്റീരിയൽ. ഇപ്പോൾ സോഫ മേടിക്കാൻ കാശുണ്ട്, അത് മേടിച്ചേക്കാം. വാൾ ഡിറ്റക്ടർ, മാറ്റ് മേടിക്കണം. ബാത്റൂമിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സീനാവും. ഇതോർമ്മ മേടിക്കട്ടെ. ചെയർ, അത് വേണോ? അത് വേണ്ട ഗൈസ്, അത് ആവശ്യമില്ല. ഇതെന്താ സാധനം അറിയില്ല ഗൈസ്. ഇതെന്താണ്? സോഫ വേണം. കാശുണ്ട്, സോഫ ഇരിക്കട്ടെ. ഓക്കെ, വാൾ ഡിക്റ്റേറ്റർ മേടിച്ചില്ല. അതൊന്നും മേടിച്ചില്ല. കാശില്ല ഗൈസ്. വാൾ ഡിക്റ്റേറ്റർ മേടിക്കാൻ കാശില്ല. വാൾ ഡിക്റ്റേറ്റർ വേണ്ട. സോഫ മാറ്റിയാലോ? ഇതെന്താ സോഫിയ? ഇത് മാറ്റാം. ജസ്റ്റ് ക്യാമൽ സോഫ മേടിക്കാം. നമുക്ക് ഇത് മേടിക്കാം. വാൾ ഡിറ്റക്ടർ നമുക്കത് പിന്നെ മേടിക്കാം ഗൈസ്. 930 രൂപയാണ്. ബൈ. ഹോട്ടലിലെ ബെഡിലിരുന്ന് ഒരു പെൺകുട്ടി ഗൈസ്, വീണ്ടും ആഡ് വന്നു. നിങ്ങൾ സഹായിക്കണം.
ഇവിടെ വെക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതെല്ലാം വെച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ നിങ്ങൾ കാണിക്കാം നമ്മുടെ ഓക്കെ ഗൈസ്. നമ്മുടെ റൂമിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇവിടെ നമ്മൾ 2 സോഫ മേടിച്ചു. അതുകൊണ്ടാണ് ഈ പൈസ കൂടിപ്പോയത്. അപ്പോൾ ഗൈസ് നമ്മുടെ റൂം കാണാൻ നിങ്ങൾ റെഡിയാണോ? ഇതാണ് നമ്മുടെ റൂം. ഓ കൈയിരിക്കും നമ്മുടെ ടീ കട ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിക്റ്റേറ്റർ നമ്മുടെ വാസ്തു പ്രകാശമുണ്ട്. ഒരു ദിവസം പിടിച്ചു ഇത് പണി വെക്കാൻ. നമ്മൾ PC പോയിട്ട് ഇത് നമ്മൾ ശരിയാക്കുന്നതാണ്. ഇതല്ല ഇവിടെ നമ്മൾ ഇത്രയും ചേർത്ത് 43 രൂപയെ ഇത് കിട്ടുള്ളൂ. മോട്ടൽ ഓപ്പൺ നിങ്ങൾ ഒന്ന് വിളിക്കണം. ഞാനൊരു ആഡ് കണ്ടിട്ട് നേരം നിർത്തട്ടെ കേട്ടോ. ഞാൻ ആഡ് കണ്ടിട്ട് നേരം നിർത്തട്ടെ കേട്ടോ ഗായ്സ്. അപ്പോൾ ഞാൻ 2 ക്ലീനർ വെച്ചിട്ടുണ്ട്. അതേ നമ്മൾ റൂം കൊടുത്തു. 43 രൂപ കിട്ടി ഗായ്സ്. എന്നാലും നമ്മൾ അത്രയും ചെയ്തിട്ട് 43 കിട്ടാൻ സാധ്യതയില്ലല്ലോ. അതെ ഗായ്സ് നമ്മൾ ഇല്ല ഒരെണ്ണോ നോക്കട്ടെ ഗായ്സ്. നമ്മുടെ ക്ലീനർ പണിയെടുക്കണമെന്ന് ഇതല്ല കേട്ടോ. ഇവിടെ ഓർമ്മ നിന്നല്ലോ ഒരാൾ. അവർ തന്നെ പണിയെടുക്കാൻ പോകുന്നത്. ന്യൂ കസ്റ്റമർ പ്ലീസ് ഗൈസ്. ആളിവിടെ ഇറങ്ങിയിട്ടില്ല. നമ്മൾ 2ാമത്തെ റൂം എടുക്കണമെങ്കിൽ 200 രൂപയുടെ ക്ലീനർ കം ആ അതെ ഗൈസ്. ക്ലീനർ വലിയ വാ ക്ലീനർ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കാശ് കൊടുത്തും സ്റ്റാഫിനെ വെക്കാം. പക്ഷെ നമ്മൾ ഇതായിട്ടില്ല. ക്ലീനറിന് വെക്കാം 150 രൂപ. ചാട്ടം സ്കിൽഡ് പ്രീമിയം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ക്ലീനർ ഹയർ. അപ്പോൾ എത്ര മണിക്കൂർ നിൽക്കുന്നുണ്ടോ? റീസ്പോൺ ടൈമാണ്. നമ്മൾ ഇവിടെ ഇരിക്കാൻ കൊടുക്കുക അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് അത്രേ പണിയുള്ളൂ. നമ്മൾ റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മളൊരു 200 എത്തി ഇപ്പം തന്നെ. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ഇതൊന്ന് മേടിച്ചിടട്ടെ, അല്ലെങ്കിൽ കാശ് കയ്യിൽ നിന്ന് പോകും. സോഫ മേടിക്കണ്ടെന്നേ. ക്ലീനർ ചെയ്യുമെന്തോ നമുക്ക് നോക്കാം ഗൈസ്. ക്ലീനർ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ക്ലീനറേ ക്ലീനർ അവിടെ നിൽക്കുന്നത്. ക്ലീനർ ഇവ കാണുന്നില്ല. ക്ലീനർ ഒളിച്ചിരിക്കുക. ക്ലീനർ പ്രേതമാണോ? ക്ലീനറിനെ കാണാത്ത സ്ഥിതിക്ക് അവരിറങ്ങിയിട്ടില്ല. ക്ലീനർ അവിടെ നിന്നാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുക. അപ്പോൾ അവരിറങ്ങുമ്പോൾ നമുക്ക് നടന്ന് അറിയാം. ഓക്കെ ഗൈസ് അവർ പോയെന്ന് തോന്നുന്നു. ക്ലീനർ വേർ ആർ യു ഗൈസ്? വന്നു ഗൈസ്. ഞാൻ എപ്പോൾ വന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ പേടിക്കരുത്. അത് ആഡ്സ് വന്നു എന്നാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇങ്ങനെന്നാണ് ഇറങ്ങാത്ത. ഇറങ്ങണം, എനിക്ക് കാശ് വേണം. ഇങ്ങനെയൊന്നും ഇറങ്ങൂല. നമുക്ക് ശരിയാക്കാം. നമ്മുടെ 21 രൂപയുള്ളൂ. 21 രൂപയ്ക്ക് നമുക്ക് ആക്സസറീസ് മേടിക്കാം. ഇത് 2 എണ്ണം മേടിക്കാം. 25 നമ്മുടെ ഇനി 1 രൂപ മാത്രമേ ഉള്ളൂ. അതാണ് ബിസിനസ്. നമ്മൾ ഇങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത്. ഇറങ്ങടോ ഗൈസ്. ഇങ്ങനെ ഇറങ്ങുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മൾ എന്ത് ചെയ്യും? ചവിട്ടി തുറക്കും ഗൈസ്. ചവിട്ടിയിട്ട് ഇങ്ങേരൊന്നും ഇറങ്ങൂല. ഇങ്ങേര് ഇതെന്താണ് കാണിക്കണേ? ഗൈസ്
പക്ഷെ ഇവിടെ മഴ പെയ്യാൻ പോകുമെന്ന് തോന്നുന്നു. ഇത്ര ടൈം എടുക്കൂല ശരിക്കും പറഞ്ഞു. എന്താ ചെയ്യാനാ ഗൈസ്, റിച്ചായി പോയല്ലേ. ഇതൊക്കെയല്ലേ നമ്മുടെ ഇത്. ഏത് അത് തന്നെ. എന്നാലും ഗൈസ് നമ്മൾ അത്രയും സാധനം വെച്ചിട്ട് 43 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് ഗൈസ് എനിക്കിത് പറയണം. നിങ്ങൾ നെയിം പറയണം. ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ നെയിം എന്ന് പറഞ്ഞാൽ സോഫിയ എന്നാണ്. മാറ്റാൻ പറ്റൂല. ഓ ഗസ്റ്റ് ഡീറ്റെയിലാ. ഓ സോറി. ഞാൻ വിചാരിച്ചു ഗൈസ് ഇത് നമ്മുടെ ആണെന്ന്. ഗസ്റ്റ് ഡീറ്റെയിൽ ആണ്. ഓ അപ്പോൾ ഇവൻ എത്ര മണിക്കൂറായിരുന്നു? ഓ അതൊക്കെ ഉണ്ടപ്പോൾ ഗൈസ്. അപ്പോൾ പണി പാളും. റിസപ്ഷൻ, പൂള്, ഗൈസ് ജിമ്മൊക്കെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റ്, ഗ്യാസ് സ്റ്റേഷൻ. യെസ് ഗൈസ്, സൂപ്പർ മാർക്കറ്റ്. ഓ ഷിറ്റ്, സൂപ്പർ മാർക്കറ്റിന് 200 രൂപ ഗൈസ് ഉണ്ടായുള്ളൂ. ക്ലീനർ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായി വരുന്നു. ക്ലീനർ അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ സോഫിയനെ ഡീൽ ചെയ്യാം. ഓ സോഫിയ 36 മണിക്കൂറാ. ഇപ്പം എത്ര രൂപ കിട്ടുമെന്തോ. യെസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാശ് ഇപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഓക്കെ നമുക്ക് 66 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 66 അപ്പോൾ 12 അപ്പോൾ ഒരേ ലിയോ. ഇത് നമ്മുടെ ലിയോ വന്നേക്കണേ. വിജയണ്ണൻ്റെ ഇതില്ലല്ല ലിയോയ്ക്ക്. ലിയോ, ഒലീവിയ, ജെയിംസ്. ഓ ഗൈസ് ഓട് അല്ല ഗൈസ് ആഡ്. ചേട്ടാ പേരെന്താ? ഓ എൻ്റെ പേര് ജെയിംസ്. ആ ചേട്ടാ സുഖമല്ലേ? ഓ സുഖമാണ്. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അതിന് റൂമിൽ കയറിയില്ലല്ലോ. ആ കയറിയില്ലെങ്കിൽ പറയണ്ടേ? പറയാ റൂമിൽ കയറട്ടെ. ആ ശരി ചേട്ടാ. ഗൈസ് ഇവരുടെ ഇത് കണ്ടോ? ഒരേ സമയത്ത് ശ്വാസം വലിക്കണേ കണ്ടോ ഗൈസ്? അങ്ങനെ ഗൈസ് ഇവർ ശ്വാസം വലിക്കണേ. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി 36 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇതല്ല നമ്മുടെ ഗെയിമിൽ എന്തുവാ വില്യം ആക്സിലേറ്റർ വണ്ടി ഓടിക്കലോ. വണ്ടിക്കല്ലേനാ ഇങ്ങോട്ട് വന്നേ. ആഹാ കൊള്ളാലാ. ജിമ്മനാണോ? കയ്യിൽ നല്ല കാശുണ്ടെന്ന്. കുറച്ച് മണിക്കൂർ കൂടുതൽ എടുക്കണം കേട്ടോ. ആ എടുക്കാം. തടിയോ ചാർലി അമേലിയ. അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. പണി തീർന്നാ? ഷിറ്റ് 5 hours. യെസ് ഗൈസ് 5 hours ഇങ്ങനെ ഉള്ളൂ. ഇവരൊക്കെ കണ്ടാ 36-12 മണിക്കൂറൊക്കെ റൂം എടുക്കണേ. അപ്പം നമുക്ക് എന്താ പറയുക നോക്കി ചെയ്യാം. ഇവർ പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പണി. അയ്യോ ട്രാഷ് എടുത്തില്ല. അപ്പോൾ ഗൈസ് ഇതിനെക്കാട്ടും നല്ലത് ഇതാണ് ഗൈസ്. വെറുതെ നിന്ന് നമ്മൾ ആഡൊക്കെയാണ് ഇവരൊക്കെ വിളിക്കണേ. എന്നാൽ ഇത്ര ആക്സസറീസ് വെച്ചിട്ട് ഇവർ വന്നില്ലല്ലോ അല്ല ഇത്ര കാശ് കിട്ടിയില്ലല്ലോ എന്നൊരു അതാണ് എൻ്റെ വിഷമം. ഗൈസ് 21 രൂപയൊക്കെ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാനാ ഗൈസ്? റെന്റ് ആർ പെർ 24 hours സ്റ്റേ. ഓഗസ്റ്റ് തികച്ച് 24 hours 43. അതിനെക്കാട്ട് അപ്പുറത്ത് പൈസ കൂടും. അതാണ് നമ്മുടെ പരിപാടി. 24 hours താഴെ പൈസ കുറയും. അതൊക്കെ അത്രേ ഉള്ളു. രാത്രി ഗൈസ് എന്ത് ചെയ്യാനാ ഗൈസ്? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു. അപ്പോൾ നമ്മൾ ഇനിയും വീഡിയോ ഇടും. സപ്പോർട്ട് ചെയ്യണം. അവനിപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഗെയിമിംഗ് വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഗെയിമിംഗ് വീഡിയോ ഇട്ടിട്ട് അർത്ഥമില്ലല്ലോ. അപ്പോൾ നിങ്ങളും ഗെയിം വീഡിയോ ഒക്കെ ഇടണം. അല്ല സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ഗൈസ്
എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പീസ് ഔട്ട്.